കർണാടക MLA NA ഹാരിസിന്റെ വസതിയിലെ റെയ്ഡിൽ നിർണായക രേഖകൾ ഇഡിക്ക് ലഭിച്ചു. ഹാരിസിന്റെ മകൻ ഉമർ നാലപ്പാടിന് ശ്രീകൃഷ്ണൻ എന്നറിയപ്പെടുന്ന ഹാക്കർ ശ്രീഗിയുമായി അടുത്ത ബന്ധമെന്ന് ഇഡി. ശ്രീഗി ഹാക്ക് ചെയ്ത ബിറ്റ്കോയിൻ ലഹരിമരുന്ന് വിപണനത്തിന് ഉപയോഗിച്ചു. ഉമർ നാലപ്പാടിന്റെ അക്കൗണ്ടിലേക്ക് 10 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്തെന്നും ഇഡിയുടെ റിപ്പോർട്ട്. അതേസമയം റെയ്ഡ് രാഷ്ട്രീയ പകപോക്കലെന്നാണ് കോൺഗ്രസിന്റെ വിമർശനം. അശോക് നഗറിലെ MLAയുടെ വസതിയിൽ ഇന്നലെ പുലർച്ചെ 6 മണിക്ക് ആരംഭിച്ച റെയ്ഡ് 21 മണിക്കൂറാണ് നീണ്ടുനിന്നത്. രാജ്യത്തിനകത്തും പുറത്തുമുള്ള വെബ്സൈറ്റുകളിൽ നിന്ന് ബിറ്റ്കോയിൻ മോഷ്ടിച്ച് പണമാക്കി മാറ്റിയെന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ. ഇത് സാധൂകരിക്കുന്ന നിർണായക രേഖകൾ പിടിച്ചെടുത്തതായി ഇഡി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. ഹാർഡ് ഡിസ്കുകളും വിദേശ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ഇഡി സംഘം ശേഖരിച്ചിട്ടുണ്ട്. ഹാക്ക് ചെയ്ത ബിറ്റ്കോയിൻ ഡിജിറ്റൽ ആസ്തിയാക്കി മാറ്റിയെന്നും സൈബർ തട്ടിപ്പുകാരൻ ശ്രീകൃഷ്ണ രമേശുമായി MLAയുടെ മകൾക്ക് അടുത്ത ബന്ധമുണ്ടെന്നും ഇഡി വ്യക്തമാക്കുന്നു. മുംബൈയിലുള്ള മറ്റൊരാളുടെ അക്കൗണ്ടിൽ നിന്ന് 10 ലക്ഷം രൂപ MLAയുടെ മകൻ ഉമർ നാലപ്പാടിന്റെ അക്കൗണ്ടിലേക്ക് എത്തിയെന്നും ശ്രീകൃഷ്ണ രമേശിന്റെ ആഡംബര കാർ രജിസ്റ്റർ ചെയ്തിരുന്നത് നാലപ്പാട് അഡ്രസ്സിലാണെന്നും ഇഡി കണ്ടെത്തിയിട്ടുണ്ട്. കേസിൽ നേരത്തെ അന്വേഷണം നടത്തിയ കർണാടക CID ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുക്കാൻ ഒരുങ്ങുകയാണ് ഇഡി സംഘം. അതേസമയം ഇഡി റെയ്ഡിൽ രാഷ്ട്രീയ പകപോക്കലാണെന്നാണ് കോൺഗ്രസ് ആരോപണം. 24 ബാംഗ്ലൂരു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.